قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر أولئك هم المفلحون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്തു നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ 27 മുതൽ ജനുവരി 5 തീയതി വരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 3 ജമിഅത്തുൽ ഉലമ സമ്മേളനങ്ങൾ നടക്കുകയുണ്ടായി. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ സമ്മേളനങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില ആശകളും ആശങ്കകളും ഉയർത്തുന്നുണ്ട്. ഒന്നാമത്തെ സമ്മേളനം ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശ്ശൂർ ആമ്പല്ലൂരിൽ വച്ച് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ കാന്തപുരം ഗ്രൂപ്പിൻ്റെ യുവജന വിഭാഗം നടത്തിയ സമ്മേളനമാണ്. ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന തലക്കെട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ സമ്മേളനം നടന്നത്. മറ്റൊന്ന് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ EK വിഭാഗത്തിൻ്റെ അറബി കോളേജായ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 62ാം വാർഷിക സമ്മേളനവും 60ാം സനദ് ദാന സമ്മേളനവുമാണ് പട്ടിക്കാട് ഫൈസാബാദിൽ ജനുവരി 1 മുതൽ 5 വരെ നടന്നത്. വേറൊന്ന് ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമയുടെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് 1 തീയതി മുതൽ അവരുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജനുവരി 1 മുതൽ 3 തീയതി വരെ മറ്റോ ചേലക്കുളത്ത് വെച്ച് നടക്കുകയുണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ 3 സമ്മേളനവും നിരീക്ഷിക്കുന്ന ഒരു വിശ്വാസിയെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചില ഗുരുതരമായ ആശങ്കകളും അതോടൊപ്പം തന്നെ ചില ആശകളും നൽകുന്നുണ്ട് എന്നതാണ്. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ സമ്മേളനം നടന്നു. അതിൻ്റെ അവർ ഉയർത്തിയ മുദ്രാവാക്യം ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന മനോഹരമായ ക്യാപ്ഷനാണ് ഉയർത്തിയതെങ്കിലും അവിടെ നടന്ന സമ്മേളനം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും എതിരെയുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളും ആയിരുന്നു എന്നതാണ്. ഇസ്തിഗാസയും തവസ്സുലും അതുപോലെ തന്നെ ഖുതുബ മലയാള ഭാഷയിൽ നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന അപകടത്തെക്കുറിച്ചൊക്കെയാണ് അവിടെ സംസാരം നടന്നത്. ആളുകളെ മുഴുവൻ തീവ്രവാദികളും ഭീകരവാദികളുമാക്കുന്ന പ്രസംഗങ്ങളാണ് അവിടെ നടന്നത് എന്നതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ആശങ്കപ്പെടുത്താൻ മറ്റൊരു കാരണവുമുണ്ട്. കേരളത്തിലെ ഇസ്ലാമിക സംഘടനകളെ അതിരൂക്ഷമായി വിമർശിക്കുമ്പോഴും
നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അതിശക്തമായ പ്രതിസന്ധിയായ സംഘപരിവാർ ഫാസിസത്തെക്കുറിച്ച് ഉച്ചത്തിലൊന്ന് ശബ്ദിക്കാൻ വളരെ ബോധപൂർവം അവർ മടിക്കുന്നത് ആ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വിമർശിക്കപ്പെടേണ്ട ഒന്നിനെക്കുറിച്ചും വിമർശനങ്ങൾ ഉന്നയിക്കാതെ വിമർശിക്കപ്പെടാൻ തൽക്കാലം പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വൈരുദ്ധ്യമാണ് അവിടെ നടന്നത്. രസകരമായൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരെയൊക്കെ പതിറ്റാണ്ടുകളായിട്ട് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ആരോപണമാണ് അവർ വെള്ളിയാഴ്ചത്തെ ഖുതുബ മലയാളത്തിലാണ് നിർവഹിക്കുന്നത് എന്നതാണ്. അങ്ങനെ മലയാളത്തിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സ്വഹീഹാകില്ല, സാധുവാകില്ല. മലയാളത്തിൽ നിർവഹിക്കൽ ഹറാമാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങൾക്ക് മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്ന പള്ളിയെ ലഭ്യമാവുകയുള്ളൂ, വേറൊരു പള്ളിയുമില്ല ജുമാ നമസ്കരിക്കാനെങ്കിൽ നിങ്ങൾ ജുമാ നമസ്കരിക്കുകയേ വേണ്ട. അവിടെ നിങ്ങൾ ജുമാ നമസ്കരിച്ച് കഴിഞ്ഞാൽ ആ ജുമാ നമസ്കാരം ശരിയാവില്ല, അല്ലാഹ് സ്വീകരിക്കില്ല. അത് ഉളു ഇല്ലാതെ നമസ്കരിക്കുന്നത് പോലെയാണ്, അത് ജനാപത്തുകാരൻ നമസ്കരിക്കുന്നത് പോലെയാണ്. വലിയ ശുദ്ധിക്കാരൻ ആയ ഒരാൾ നമസ്കരിച്ചാൽ ഇങ്ങനെ ഇരിക്കും, അത് സാധുവാകുമോ? അത് സാധുവാകൂല എന്നൊക്കെയാണ് പതിറ്റാണ്ടുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അത്തരം മൗലവിമാർ, അവരുടെ ബഹുമാന്യരായ മൗലവിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുതുബ മലയാളത്തിൽ നിർവഹിച്ചാൽ ജുമാ ശരിയാവില്ല, ജുമാ ശരിയായില്ലെങ്കിൽ പിന്നെ ദീൻ തന്നെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ സമ്മേളനത്തിലെ തന്നെ ഒരു പ്രഭാഷണം ഖുതുബയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ബഹുമാനിയായ അലവി സഖാഫി കുളത്തൂർ നടത്തിയ പ്രഭാഷണത്തിൽ ഖുതുബ നിർവഹിക്കുന്നത്, മലയാളത്തിൽ നിർവഹിക്കുന്നത്, പ്രാദേശിക ഭാഷയിൽ നിർവഹിക്കുന്നത്, അതിൻ്റെ അർക്കാനുകൾ അറബിയിലാണെങ്കിൽ പോലും എൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഒരു പള്ളിയിലും സമ്പൂർണ്ണമായി മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്നില്ല. നമ്മുടെ ഈ പള്ളിയടക്കം കേരളത്തിലെ മുജാഹിദുകളുടെയും ജമാഅത്തുകാരുടെയും ആയ മുഴുവൻ പള്ളികളിലും അർക്കാനുകൾ അറബിയിൽ തന്നെയാണ് നിർവഹിക്കുന്നത്. നമ്മളും അർക്കാനുകൾ അറബിയിൽ തന്നെയാണ് നിർവഹിക്കുന്നത്. അല്ലാതെ സമ്പൂർണ്ണമായി ഒരു കോർണർ മീറ്റിംഗ് നടത്തുന്ന പോലെ ഒരു ഖുതുബയും കേരളത്തിലുടനീളം നടക്കുന്നില്ല. അങ്ങനെ അർക്കാനുകൾ അറബിയിൽ നിർവഹിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഉത്ബോധനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ മലയാളത്തിൽ നിർവഹിച്ചാൽ ആ ഖുതുബ ശരിയാവില്ല എന്നാണ് ഇവർ പറയുന്നത്. ആ സമ്മേളനത്തിലും അത്തരൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് ഹറാമാണ്, അത് ബിദഅത്താണ്, അതിന് പ്രമാണത്തിൻ്റെ ഒരു പിൻബലവുമില്ല. അത്ര ശക്തമായിട്ട് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിനകത്ത് രസകരമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു മനുഷ്യനുണ്ട്, ഇവർ വിളിച്ചുകൊണ്ടുവന്നൊരു മനുഷ്യനുണ്ട്. അഥവാ അമേരിക്കക്കാരനായ, കാലിഫോർണിയക്കാരനായ ഷെയ്ഖ് യഹ്യ റോഡസ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നത്. പ്രധാന പരിപാടിയുടെ ഉദ്ഘാടകൻ അദ്ദേഹമായിരുന്നു. ഇദ്ദേഹം അമേരിക്കയിൽ ഖുതുബ നിർവഹിക്കുന്നത് ഇംഗ്ലീഷിലാണ്. നമ്മളൊന്ന് ആലോചിക്കണം, ഒരു സമ്മേളനത്തിൽ തന്നെ ഖുതുബക്കെതിരെ സംസാരിക്കുക, മലയാളത്തിൽ നിർവഹിക്കുന്നതിനെതിരെ സംസാരിക്കുക, എന്നിട്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആളാരാണ്? 19-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച, അതുപോലെ തന്നെ പിന്നെ അൽ മഖാസിദ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടിങ് ഡയറക്ടറായിട്ടുള്ള യഹ്യ റോഡസ്, ഷെയ്ഖ് യഹ്യ റോഡസ് എന്ന് പറയുന്ന അദ്ദേഹത്തെയാണ് ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നത്. ഇദ്ദേഹം ഈ കഴിഞ്ഞ 3 ആഴ്ച വരെ ഇംഗ്ലീഷിലാണ് ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഖുതുബ ഓഫ് യഹ്യ റോഡസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള ഖുതുബകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അദ്ദേഹത്തിന് വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. എത്രമാത്രം, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അതോ ഇംഗ്ലീഷിൽ നടത്തിയ ശരിയാകുമെന്നാണോ, മലയാളത്തിൽ നടത്തിയ ശരിയാവില്ല എന്നാണോ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ജനതയെ മുഴുവൻ വിഡ്ഢീകരിക്കുകയാണ്. ഇവർക്കറിയാതിരിക്കുമോ അദ്ദേഹം ഇംഗ്ലീഷിലാണ് ഖുതുബ നിർവഹിക്കുന്നത് എന്ന്? യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ഖുതുബകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ് ഖുതുബ നിർവഹിക്കുന്നത് എന്ന് ഈ ക്ഷണിച്ച ആളുകൾ അറിയാതിരിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ അതിൻ്റെ ബാക്കി എന്താ പറയുക അകത്തളങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. എന്തായാലും അങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. 2-ാമത്തെ സമ്മേളനം നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 62-ാം സനദ് വാർഷികവും 60-ാം സനദ് ദാന സമ്മേളനവുമാണ്. അവിടെ അൽഹംദുലില്ലാഹ് ഇവർ പറയുന്ന അർത്ഥത്തിൽ മുജാഹിദിനെയോ ജമാഅത്തിനെയോ അതിശക്തമായി വിമർശിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, സംഘപരിവാർ ഫാസിസത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഫലസ്തീനു വേണ്ടി സംസാരിക്കുകയും
ആ പ്രഭാഷണങ്ങളിൽ ഒരു പ്രമുഖനായ ഒരു ഫലസ്തീൻ പ്രതിനിധിയെ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. നല്ല പ്രഭാഷണങ്ങളായിരുന്നു. അതിൻ്റെ 4-ാം തീയതി അതിനകത്ത് ടോളറൻസ് മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി നടന്നിരുന്നു. നമ്മൾ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് അറിയണം, നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരാകണം. അതുകൊണ്ടാണ് നമ്മൾ മിമ്പറിൽ പോലും ഇത്തരം വിഷയങ്ങൾ പറയുന്നത് എന്ന് ഈ ഖുതുബ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുകയും വേണം. 4-ാം തീയതി നടന്ന ടോളറൻസ് മീറ്റ്, ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത എന്നാണ്. ടോളറൻസ് മീറ്റ് എന്ന് പറയുന്നത് സഹിഷ്ണുതാ സംഗമം എന്നാണ്. വളരെ മനോഹരമായൊരു സഹിഷ്ണുതാ സംഗമം അവിടെ നടന്നിരുന്നു. ആ സംഭവം 5-ാം തീയതി സുപ്രഭാതം ദിനപത്രത്തിൽ, അവരുടെ തന്നെ സുപ്രഭാതം ദിനപത്രത്തിൽ വന്നിരുന്നു. വളരെ മനോഹരമാണ്. അവർ കൊടുത്ത വാർത്ത ഞാനൊന്ന് വായിക്കാം. വൈവിധ്യങ്ങളെ അംഗീകരിക്കലാണ് മതങ്ങളുടെ പൊതു സ്വഭാവം. വൈവിധ്യങ്ങളെ അംഗീകരിക്കലാണ് മതങ്ങളുടെ പൊതു സ്വഭാവം. സഹിഷ്ണുതയില്ലാത്ത സമൂഹത്തിന് നിലനിൽപ്പില്ലെന്നും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് മതങ്ങളുടെ സന്ദേശം. അസഹിഷ്ണുത ലോകമാകെ പടരുകയാണ്. ആർക്കും ആരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എല്ലാവരും ഒന്നാണെന്ന ബോധമാണ് നമ്മെ നയിക്കേണ്ടത്. ഇസ്ലാമിക പ്രമാണങ്ങളും അതാണ് വിളംബരം ചെയ്യുന്നത്. ടോളറൻസ് മീറ്റിൻ്റെ പരസ്പര വിരോധങ്ങൾ പ്രത്യയശാസ്ത്രവൽക്കരിക്കപ്പെടുന്നു. ജാമിയ ടോളറൻസ് മീറ്റ് എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത സുപ്രഭാത ദിനപത്രത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാലഘട്ടത്തിൽ ഉയരേണ്ട ഒരു ശബ്ദമാണത്. അഥവാ വൈവിധ്യങ്ങൾ അംഗീകരിക്കലാണ് മതങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറയുമ്പോൾ. മതങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെയും പൊതു സ്വഭാവം വൈവിധ്യങ്ങൾ അംഗീകരിക്കുക എന്നാണല്ലോ. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് മതങ്ങളുടെ സന്ദേശം. അതെ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളണം എന്നതാണ് ഇസ്ലാമിൻ്റെ അടക്കമുള്ള സന്ദേശം എന്ന് പറയുന്നത്. എല്ലാവരും ഒന്നാണെന്നുള്ള ബോധമാണ് ഈ കാലഘട്ടത്തിൽ നയിക്കേണ്ടത്. ഇസ്ലാമിക പ്രമാണങ്ങളും അതാണ് വിളംബരം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ വാക്കുകളാണ്, കാലഘട്ടത്തിൽ ഉയർത്തേണ്ട വാക്കുകളാണ്. ഈ സഹിഷ്ണുതയെക്കുറിച്ച് നമ്മൾ പറയുന്നത് മതങ്ങളുടെ സഹിഷ്ണുതയെക്കുറിച്ചാണ്. മതങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം. പലപ്പോഴും വൈവിധ്യങ്ങൾ മാത്രമല്ല, അതിശക്തമായ വൈരുദ്ധ്യങ്ങളുമാണ് മതങ്ങൾ തമ്മിലുള്ളത്. വിശ്വാസ ആചാരങ്ങൾ തമ്മിൽ അജഗജാന്തരമുണ്ട്. എന്നിട്ട് പോലും സഹിഷ്ണുത പുലർത്തേണ്ടതിൻ്റെ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ സമ്മേളനത്തിൽ സംസാരിക്കുന്നത്. പരസ്പര വൈവിധ്യങ്ങൾ മാത്രമല്ല, വൈരുദ്ധ്യങ്ങളുള്ള അജഗജാന്തരങ്ങളുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും. എന്നിട്ട് പോലും ഒരാൾ പറയുന്നു ഏകദൈവത്തെക്കുറിച്ച്, വേറൊരാൾ പറയുന്നു തൃത്വത്തെക്കുറിച്ച്, മറ്റൊരാൾ പറഞ്ഞു ബഹുദൈവത്വത്തെക്കുറിച്ച്. എന്നിട്ടും നമ്മൾ പറയുന്നു ആ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളണമെന്ന്. നമുക്ക് മനസ്സിലാകാത്തൊരു സംഗതി, അത് ഉൾക്കൊള്ളണം, നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇത് ഉൾക്കൊള്ളണം എന്ന് പറയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് അത്രയൊന്നും വൈജാത്യമില്ലാത്ത മുസ്ലിങ്ങളിലെ വ്യത്യസ്തമായ മതസംഘടനകളാകുന്ന വൈവിധ്യത്തെ നമുക്ക് എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ കഴിയാത്തത്? അത്ര അകലമില്ലല്ലോ. സംഘടനകൾ തമ്മിൽ അത്ര അകലമില്ല. നമ്മൾ ഉണ്ടാക്കുന്നതാണ് അകലം. യഥാർത്ഥത്തിൽ അകലമില്ലല്ലോ. മതങ്ങൾ തമ്മിലുള്ള അകലം ഇസ്ലാമിക സംഘടനകൾ തമ്മിലില്ല. ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇല്ല. പക്ഷെ എന്നിട്ടും അകലം കുറഞ്ഞ ആ വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കതിന് സാധിക്കണം. ഞാൻ പറയുന്നു, എൻ്റെ ഖുതുബ കേൾക്കുന്ന ആളുകൾക്കെങ്കിലും മിനിമം അത് സാധിക്കണം. കാരണം നമുക്കല്ലാതെ ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി നമുക്ക് വേണം. നമുക്ക് നമ്മുടെ നിലപാടുണ്ട്, നമുക്ക് നമ്മുടെ അഭിപ്രായമുണ്ട്, നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുണ്ട്. മറ്റുള്ളവർക്കും അതുപോലെ നിലപാടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണമെന്നല്ല. ഇപ്പോൾ മതങ്ങൾ തമ്മിലുള്ള വൈവിധ്യങ്ങൾ, ആ സഹിഷ്ണുതയാണ് ഇവിടെ നിലനിൽക്കേണ്ടത് എന്ന് പറയുന്നതിലൂടെ ഇവരായാലും നമ്മളായാലും ആരായാലും ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ വിശ്വാസമൊക്കെ നമ്മൾ അംഗീകരിച്ചു എന്നാണ്. ആ വൈവിധ്യങ്ങൾ, ഖുർആൻ, പിന്നെ മതങ്ങളുടെ പൊതു സ്വഭാവം അതാണ്, ഇസ്ലാമിൻ്റെ പ്രമാണം അതാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും മറ്റുള്ള മതാചാരങ്ങളൊക്കെ ശരിയാണ്, അത് ഞാനും അംഗീകരിക്കുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ. ആ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തന്നെ നമ്മൾ ചോദിക്കുന്നു, ഈ ആഭ്യന്തര ബഹുസ്വരത എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ മതസംഘടനകൾ തമ്മിലുള്ള ഈ വൈവിധ്യം ഉണ്ടല്ലോ, ആ വൈവിധ്യത്തെ എന്തുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ സംഘടനകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? നമ്മളാണോ, ഞാൻ ഒരു ഖുതുബയിൽ ചോദിച്ചതുപോലെ, നമ്മളാണോ സ്വർഗം കൊടുക്കുന്നത്? ഇല്ല എന്നിരിക്കെ നമുക്കതിനോട് വിയോജിക്കാം. പക്ഷേ ഒരു സഹിഷ്ണുത മനോഭാവത്തോടുകൂടി അവരെ ഒന്ന് ടോളറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ മതസംഘടനകൾക്ക് പിന്നെ അതിന് കഴിയാതെ പോകുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ഈ ടോളറൻസ് മീറ്റ് നടത്തിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുപ്രഭാതം ദിനപത്രത്തിന്റെ 6-ാം തീയതിയിൽ
ഒരു ലേഖനമുണ്ട് കേരളത്തിലെ ഒരു മതസംഘടനയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട്. വിമർശനത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ സംഘടനകൾ വിമർശനത്തിന് അതീതരൊന്നുമല്ല. സംഘടനകളൊക്കെ വിമർശിക്കാം, പരസ്പരം വിമർശിക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പ്രതിപക്ഷ ബഹുമാനവും ജനാധിപത്യപരവും അതേപോലെ തന്നെ ശരിയും ന്യായവുമായിരിക്കണം. അത്രയേ ഉള്ളൂ. ജനാധിപത്യപരമായിരിക്കണം, പ്രതിപക്ഷ ബഹുമാനം വേണം, പറയുന്നത് നുണയാവരുത്, പറയുന്നത് ശരിയാകണം. പക്ഷെ പലപ്പോഴും നമ്മുടെ സംഘടന ബഹുമാനരായ പണ്ഡിതന്മാർക്ക് അത് സാധിക്കുന്നില്ല എന്ന് ഖേദകരം ആയി നമുക്ക് പറയേണ്ടി വരികയാണ്. ആ 6-ാം തീയതിയിലെ ഈ ടോളറൻസ് മീറ്റ് നടത്തിയ അതേ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറങ്ങുന്ന പത്രത്തിൽ കേരളത്തിലെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച്, വേറെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും അല്ല, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് പറയേണ്ടതാണോ ഇത് എന്ന്. ഇവരുടെ രൂപീകരണത്തിലും, ആരുടെ രൂപീകരണത്തിൽ? ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണത്തിലും പ്രവർത്തനത്തിലും വ്യക്തമായ അജണ്ടയുണ്ട്. അത് കേവലം കേരള രാഷ്ട്രീയമോ ഇന്ത്യൻ രാഷ്ട്രീയമോ മാത്രമല്ല, പകരം ആഗോളാടിസ്ഥാനത്തിൽ തന്നെയുള്ള ബൗദ്ധിക വ്യവഹാരങ്ങളിലൂടെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സമചിത്തതയെ നിർജീവമാക്കി ഭയവും അരക്ഷിതത്വവും വളർത്താനും വ്യവസ്ഥാപിത ഭരണകൂടങ്ങളോട് വെറുപ്പും അരക്ഷിതത്വവും നിലനിർത്തലാണ് ഇവരുടെ അജണ്ട. നമ്മളൊന്ന് ആലോചിക്കണം. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? ഇതൊക്കെ പറയാൻ കേരളത്തിൽ ഇപ്പം എന്താ ഉണ്ടായത്? അതുമാത്രമല്ല, പിന്നെയും പറയുകയാണ്, സായുധ പ്രവർത്തനം അവർ എന്നേ മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് തുടങ്ങിയാലല്ലേ മാറ്റിവെക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഏതെങ്കിലും സംഘടന ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് സായുധ പോരാട്ടങ്ങൾ നടത്തണം എന്ന വിചാരത്തിലാണോ ഇപ്പോൾ ഇന്ത്യ രാജ്യത്തുള്ളത്? ഒരു സംഘടനയുമില്ല. സായുധ പോരാട്ടം ജമാഅത്തെ ഇസ്ലാമി ഒരു കാലഘട്ടത്തിലും സായുധ പോരാട്ടം നടത്തിയിട്ടില്ല. കേരള നേതൃത്വത്തിൽ മുജാഹിദീനും സായുധ പോരാട്ടം നടത്തിയിട്ടില്ല. ഇവിടെ സലഫികളും ജമാഅത്തുകാരും ആരും സായുധ പോരാട്ടത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. അവരുടെ ഭരണഘടനയും അവരുടെ സാഹിത്യങ്ങളും എല്ലാം അതിനെ നിരാകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പറയുകയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവർ പണ്ടേ സായുധ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചു, അവർ നിലനിൽക്കുന്ന ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന്. ഇതിനേക്കാൾ കഷ്ടമാണ് 27, 28, 29 തീയതികളിൽ തൃശ്ശൂർ ആമ്പല്ലൂരിൽ നടന്ന സമ്മേളനത്തിൽ 17 മിനിറ്റും 37 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണമുണ്ട്. യൂട്യൂബിൽ മലർക്കെ കിടക്കുന്നുണ്ടത്. നിങ്ങളൊന്ന് കേൾക്കണം. ഒരു വിശ്വാസിക്ക്, ഒരു മതസംഘടനയ്ക്ക് ഈ കാലത്ത് പറയാൻ പറ്റിയതാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒന്ന് കേൾക്കണം നിങ്ങൾ. നമ്മൾ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. ലോകത്ത് തീവ്രവാദം ഇത്ര പടർന്നു പന്തലിക്കാനുള്ള കാരണം ആരാണ്? സലഫികളാണ്. ഇവിടെ മുഴുവൻ ശിർക്കാണ്, ഇവിടെ മുഴുവൻ കുഫ്റാണ്. കാഫിറിനെ കൊല്ലണം, മുശ്രിക്കിനെ കൊല്ലണം. അതുകൊണ്ട് ഈ മൂമിനീങ്ങളെ കൊല്ലണം എന്നത് ഒരു പ്രശ്നമല്ല എന്ന് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് മുന്നിൽ വെച്ച് ഇവർ പ്രസംഗിച്ചു നടന്നു. ആര് പ്രസംഗിച്ചു നടന്നു? സലഫികൾ പ്രസംഗിച്ചു നടന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നു നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി മലയാളത്തിലും മറ്റു ഭാഷകളിലും ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോടും ജിഹാദിനിറങ്ങി, ഇവിടെ തീവ്രവാദം നടത്തി, അതാത് രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾക്കെതിരെ യുദ്ധം നയിക്കാൻ വേണ്ടി നിരന്തരം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെക്കുറിച്ച് ഇവർ പറയുന്നതാണ്, ഒരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നതാണ്, ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുജാഹിദാണെങ്കിൽ മൊത്തം ശിർക്കാണ്, കുഫറാണ്, ഒരാൾ മുസ്ലിം അല്ല, എല്ലാവരും മുശ്രിക്കുകളാണ്, ഇവരെയൊക്കെ കൊല്ലണമെന്നും പറഞ്ഞ് അവരും നടക്കുന്നു, ഇവരിങ്ങനെയും നടക്കുന്നു. എന്നിട്ട് ആ നിരന്തരം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു ദുരന്തം, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കുരുതി കൊടുത്ത പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്, മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വീണ്ടും തുടരുകയാണ്. ഒരു 15 മിനിറ്റ് 37 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം മൊത്തം സലഫികൾക്കും അതിലേറെ ജമാഅത്തെ ഇസ്ലാമിക്കും എതിരെയുള്ള മാത്രമുള്ള പ്രഭാഷണമാണ്. എന്താണ് തലക്കെട്ടെന്താണ് സമ്മേളനത്തിൻ്റെ? ഉത്തരവാദിത്വം, രാഷ്ട്രീയം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്നാണ്. ഒരു രാഷ്ട്രീയമല്ല അവരെ പറയുന്നത്. പറഞ്ഞത് മുഴുവൻ ഈ വിരോധവും ഇല്ലാക്കഥകളും കെട്ടുകഥകളും പച്ചക്കള്ളങ്ങളും പരിഹാസങ്ങളും മാത്രമാണ് അവിടെ നടന്നത്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊല ചെയ്തേ പറ്റൂ, അത് അനുവദനീയമാണ്. അബൂബക്കർ അൽ ബഗ്ദാദിയെ പോലുള്ളവർക്ക് ആരാണ് പ്രചോദനം നൽകിയത്? അതാണ് മൗദൂദിസം. ഏത്? അബൂബക്കർ അൽ ബഗ്ദാദിക്ക് പ്രചോദനം നൽകിയത് ആരാണ്? മൗദൂദിസം. ഇന്ത്യയിലെ മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും
പിന്നിലും പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതൊരു മിമ്പർ എന്ന ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു പവിത്രതയുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനൊന്നും ഈ ഭാഷയിലല്ല നമുക്ക് മറുപടി പറയാൻ കഴിയുക. നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇന്ന് നമ്മൾ നിലകൊള്ളുന്ന ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. ഏതാണ് ആ സാമൂഹ്യ സാഹചര്യം? ഈ സമ്മേളനം നടക്കുന്ന 27 മുതൽ ജനുവരി മാസം 5-ാം തീയതിക്കുള്ളിൽ സുപ്രഭാതം ദിനപത്രത്തിൽ മാത്രം വന്ന വാർത്തകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം, മനസ്സിലാക്കണം. നിതീഷ് റാണെ ആരാണ് നിതീഷ് റാണെ? മഹാരാഷ്ട്രയിലെ തുറമുഖ ഫിഷറീസ് മന്ത്രിയാണ് നിതീഷ് റാണെ. നിതീഷ് റാണെ പറഞ്ഞു കേരളം മിനി പാകിസ്ഥാനാണ്. ഈ സമ്മേളനം കേരളത്തിൽ നടക്കുമ്പോൾ സമാന്തരമായിട്ട് സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കേരളം മിനി പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് രാഹുലും പ്രിയങ്കയും അവിടെ നിന്ന് ജയിച്ചത്. 2 പേർക്കും വോട്ട് ചെയ്തവരെല്ലാം തീവ്രവാദികളാണ്. ഇത് പ്രസംഗിക്കുന്നതും പൊതുപരിപാടിയിലാണെന്ന് ആലോചിക്കണം. 100 കണക്കിന് ആളുകളുള്ള പൂനെയിൽ വെച്ചുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിലാണ് അദ്ദേഹം പറയുന്നത് കേരളം മിനി പാകിസ്ഥാനാണ്, അതുകൊണ്ട് രാഹുൽ എല്ലാം അവിടെ വോട്ട് ചെയ്തവരൊക്കെ തീവ്രവാദികളാണ് എന്ന് പറയുന്നത്. ഇത് ഡിസംബർ 31 പത്രത്തിൽ വന്നതാ. ജനുവരി 2-ാം തീയതി ബീഹാറിലെ BJP MLA എഞ്ചിനീയർ ശൈലേന്ദ്ര പറയുന്നൊരു കാര്യമുണ്ട്. മുസ്ലിങ്ങൾ രാജ്യത്തിന് ഹാനികരമാണ്. ഈ ലിക്വർ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന പോലെ, ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്ന പോലെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് ഹാനികരമാണ്. മുസ്ലിങ്ങൾ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഇവർ രാജ്യത്ത് അസന്തുലിതത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് ഭീഷണിയാണെന്നാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരനാണെന്നല്ല പറയുന്നത്, മുജാഹിദുകാരനാണെന്നല്ല പറയുന്നത്. മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ഹാനികരമാണ്, അവർ ഈ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് പറയുന്നത്. ജനുവരി 2-ാം തീയതി മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത സുപ്രഭാത ദിനപത്രത്തിലുണ്ട്. അതായത് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച്. വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വിരുദ്ധ അക്രമങ്ങൾ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഇടപെടണം എന്നതാണ് വലിയ തലക്കെട്ട്, വെണ്ടക്ക തലക്കെട്ടാണ്. 400-ലധികം ക്രിസ്ത്യൻ സമുദായ നേതാക്കളും 30ഓളം സഭകളും സംയുക്തമായിട്ടാണ് ആ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. 400ഓളം ക്രിസ്ത്യൻ സമുദായ നേതാക്കളും 30 സഭകളും ഒന്നിച്ചിറക്കിയതാണ്. എന്താ പറയുന്ന പ്രശ്നം? ക്രിസ്മസ് ആഘോഷ വേളയിൽ തന്നെ 14 ആക്രമണങ്ങളാണ് ഈ ഇന്ത്യ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായത്. ആ ഒറ്റ ആഘോഷവുമായി ബന്ധപ്പെട്ട് മാത്രം. എന്ന് മാത്രമല്ല, ജനുവരി മുതൽ ഈ കഴിഞ്ഞ നവംബർ വരെ 720 അക്രമങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ മാത്രം ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുള്ളത്. ഇത് ഏത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിട്ടാണ്? ഇത് ഏത് മുജാഹിദ് ഉണ്ടായിട്ടാണ് ക്രിസ്ത്യാനികൾ ആക്രമിച്ചത്? ഏത് തീവ്രവാദം ആര് പറഞ്ഞിട്ടാണ് ക്രിസ്ത്യാനികൾക്കെതിരെ 720 ആക്രമണങ്ങൾ വെറും 11 മാസം കൊണ്ടുണ്ടായത്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നിട്ട് അവർ പറയാണ് രാജ്യത്ത് നടക്കുന്നത് അസഹിഷ്ണുതയുടെയും വൈരത്തിൻ്റെയും ഭയാനകമായ കുതിച്ചുചാട്ടമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. യാതൊരു സ്ഥലകാല ബോധവുമില്ലാതെ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാര് എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് എവിടെ എത്തി കാര്യങ്ങൾ? മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ഈരാറ്റുപേട്ട മുൻ MLA പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു ചാനലിൽ പരസ്യമായിട്ടിരുന്ന് ഈ കേരളത്തിലെ ഇന്ത്യയിൽ, അദ്ദേഹം പറഞ്ഞ വാക്കാണിത്, ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരനാണോ അവൻ വർഗീയവാദിയാണെന്നല്ല മനുഷ്യൻ പറഞ്ഞത്. മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. ഇത്ര വൃത്തികെട്ടവന്മാർ, രാജ്യത്തെ കൊള്ളയടിക്കുന്നവർ, വർഗീയ കോമരങ്ങളാണിവർ. മുസ്ലിമാണോ അവൻ വർഗീയവാദിയായിരിക്കും. പിന്നെ കുറെ തെറിവാക്കാണ്. അതെനിക്ക് മിമ്പറിൽ നിന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ പുള്ളി പറഞ്ഞത് മൊത്തം കുറെ തെറിവാക്കുകളാണ്. ഇതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കാര്യങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വഗുരു ഭാരത് എന്ന് പറയുന്ന പ്രഭാഷണ പരമ്പരയിൽ കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് മോഹൻ ഭഗത് പ്രസംഗിച്ചു. RSSന്റെ മേധാവിയാണ് മോഹൻ ഭാഗവത് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ പ്രസംഗിച്ചത്? മുൻകാലങ്ങളിൽ സംഭവിച്ച തെറ്റുകളിൽ നിന്ന് ഭാരതീയർ പാഠം പഠിക്കുകയും ലോകത്തിനു മുന്നിൽ രാജ്യത്തെ മാതൃകയാക്കാൻ ശ്രമിക്കുകയും വേണം. രാമക്ഷേത്രം വിശ്വാസത്തിന്റെ കാര്യമായിരുന്നു, എന്നാൽ മറ്റു പല ഇടങ്ങളിലും പുതിയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് വിദ്വേഷമുണ്ടാക്കുന്നത് അംഗീകരിക്കാനാവില്ല.
ഇത് പറയുന്നത് ആരാ? സാക്ഷാൽ RSSന്റെ ദേശീയ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവതാണ് പറയുന്നത്. ഉടനെ തന്നെ അതിന് മറുപടി വന്നു. ആരുടെ? സന്യാസി സഭയായ ഭാരതീയ സാൻ സമിതിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ജിതേന്ദ്രാനന്ദ സരസ്വതിയുടെ മറുപടി വന്നു. മതപരമായ കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ നിലപാട് പറയേണ്ടത് RSS അല്ല, മതാചാര്യന്മാരാണ്. അവരെന്താണോ പറയുന്നത് അത് സംഘപരിവാറും BJPയും VHPയും അംഗീകരിക്കണം. 56 പുതിയ സ്ഥലത്ത് ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ അജണ്ടകൾക്കപ്പുറം ജനവികാരങ്ങൾക്കൊത്താണ് മതസംഘടനകൾ പ്രവർത്തിക്കേണ്ടത്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? RSSന്റെ കയ്യിൽ നിന്ന് പോലും കാര്യങ്ങൾ പോകുന്നു എന്നാണ്. RSSന്റെ കയ്യിൽ നിന്ന് പോലും കാര്യങ്ങൾ പോവുകയാണ്. മോഹൻ ഭഗവതിനോട് താൻ അവിടെ ഇരിക്കുക, ഞങ്ങൾ പറയും, ഞങ്ങളാണ് ആചാര്യന്മാര്, അത് ഞങ്ങൾ പറയും, അത് കേട്ട മതി എന്നാണ് പറയുന്നത്. ഉള്ള പള്ളികളുടെ അടിയിലാകെ ക്ഷേത്രാവശിഷ്ടങ്ങളും വിഗ്രഹങ്ങളും കണ്ടെത്തുകയും മുകളിൽ നിന്നുകൊണ്ട് അതിനെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന അതിഭീകരമായ ഒരു സന്ദർഭത്തിലാണ് അതിതീക്ഷ്ണമായ ഒറ്റുകാരെ പോലെ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതറിയാനാണ്, ഇത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇതൊക്കെ ഇതിവിടെ നടക്കുമ്പോഴും സമാനമായി ഞാൻ പറഞ്ഞല്ലോ, ചേലക്കുളത്ത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു സമ്മേളനം നടന്നു, 70ാം വാർഷിക സമ്മേളനം. അതാണ് നമുക്കൊരു ആശ്വാസം നൽകുന്നത്. ആ സമ്മേളനത്തിൽ അതിൽ ഉയർന്നു കേട്ടൊരു വർത്താനമുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കണം. ഇന്ത്യയുടെ ഭരണഘടനയെയും ഇന്ത്യയുടെ നിയമവാഴ്ചയെയും ഇന്ത്യയുടെ ദേശീയതയെയും അഖണ്ഡതയെയും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനവും മുസ്ലിം സമുദായത്തിൽ നാം അറിയുന്നത് കേരളത്തിലെ പ്രദേശങ്ങളിലോ ഇല്ല. ഇത് അവരുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ CA മൂസ മൗലവി പറഞ്ഞതാണ്. ആദരണീയനായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി 7-ാം തീയതി മാധ്യമ ദിനപത്രത്തിന് ഒരു അഭിമുഖം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്, ഏതാണ്ട് ഒരേ ഭാഷയിൽ തന്നെ. അതാണ് ഞാൻ ഈ കേൾപ്പിക്കുന്നത്. നാം അറിയുന്ന കേരളത്തിലോ പ്രദേശങ്ങളിലോ ഇല്ല. മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ട പ്രസ്ഥാനങ്ങളെ തീവ്രവാദം ആരോപിക്കുകയും ഈ മുസ്ലിം സംഘടന തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറയുകയും ചെയ്യുന്ന നാണമില്ലാത്ത മറയില്ലാത്ത ഫാസിസത്തിന് തലവെട്ടാൻ നമ്മുടെ തല പിടിച്ചു കൊടുക്കുന്ന മുസ്ലിം നേതൃത്വങ്ങളിൽപ്പെട്ട പ്രസ്ഥാനങ്ങളെ പടിക്കു പുറത്തു നിർത്തി മാനസികമായി കാണേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തെ ഒറ്റ തിരിഞ്ഞ് വർഗീയത ആരോപിക്കുകയും തീവ്രവാദം പറയുകയും ചെയ്യുന്ന മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തോട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 70ാം വാർഷിക സമ്മേളനം അസന്നിഗ്ധമായി പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത് പ്രവാചകന്റെ നിലപാടുകളോടുള്ള അനീതിയാണ്, തൗബ ചെയ്തും മടങ്ങേണ്ട കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര മനോഹരമായ വാക്കുകളാണ്! കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെ ഓഫീസിലും ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കേണ്ട വാചകങ്ങളാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ മുസ്ലിം സംഘടനകളുടെ ഓഫീസിലും ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. നമ്മളൊന്ന് ആലോചിക്കണം, എന്താണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്? എന്താണ് നമ്മളെ ആളുകളെ ശരിയിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്നത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅത്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ സ്പ്ലിറ്റായി പോകരുത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാഹു അവന്റെ വേദഗ്രന്ഥത്തിന്റെ 5-ാം അധ്യായം 2-ാമത്തെ സൂക്തത്തിൽ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയില്ലെങ്കിലും സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആയത്ത്? തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെയും തഖ്വയുടെയും കാര്യത്തിൽ നിങ്ങൾ ആരുമായും സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, അധർമ്മത്തിന്റെയും അന്യായത്തിന്റെയും പേരിൽ അവനവന്റെ സംഘടനക്കാരായിട്ട് പോലും നിങ്ങൾ സഹകരിക്കരുത് എന്ന ധ്വനിയാണ് ആയത്തിനുള്ളത്. 5-ാം അധ്യായത്തിലെ 2-ാം സൂക്തം. ഈ സൂക്തത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സൂക്തം അവതരിക്കാനുണ്ടായ പശ്ചാത്തലമാണ്. പച്ച മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ടാണ്, ശുദ്ധ കാഫറുകളുമായി ബന്ധപ്പെട്ടാണ് ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളോടുമാണ് അള്ളാഹ് ഇത് ആദ്യം പറയുന്നത്. അവരാണെങ്കിൽ പോലും നിങ്ങളെ അള്ളാഹുവിൻ്റെ പവിത്രമായ മസ്ജിദുൽ ഹറമിൽ നിന്ന് തടഞ്ഞ ആളുകളോട് പോലും നിങ്ങൾ ആ വിരോധത്തിൻ്റെ പേരിൽ നിങ്ങൾ അക്രമം കാണിക്കരുത് എന്ന് അവരോട് അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് പറയുന്നത്. ആരെക്കുറിച്ച്?
സംഘടനക്ക് അകത്തുള്ള ആളുകളെ കുറിച്ചല്ല. പ്രവാചകനെയും അനുയായികളെയും ഉച്ചാടനം വൈപ്പ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളോടാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞത്. ആ ആളുകളോട് പോലും നിങ്ങൾ നന്മയുടെ കാര്യത്തിൽ സഹകരിക്കണം, അധർമ്മത്തിന്റെ കാര്യത്തിൽ സഹകരിക്കണം. ഇതൊക്കെ ഖുർആനിലുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ഖുർആനിലുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് കണ്ണു തുറന്ന് അള്ളാഹു തന്ന ഈ പച്ച കണ്ണുകൊണ്ട് നമ്മളൊന്ന് കാണണം ഇത്. എന്നിട്ട് വേണം നമ്മൾ ഈ ബഹുമാന്യരായ പണ്ഡിത സമൂഹത്തിന്റെ വാക്കുകളെ വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് വിശാലത വേണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് സംഘടനകളാകാം, പ്രശ്നമില്ല. ഒരു പരിധിവരെ ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമാണ് താനും. പക്ഷേ സങ്കുചിതമായി പോകരുത്. നമ്മൾ ആരെയും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ആരെയും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത മുസ്ലിങ്ങളായി നമ്മൾ മാറിയത്. മുസ്ലിമിൻ്റെ ഒരു ലക്ഷണം തന്നെ വിശാല മനസ്സാണ്. ഉൾക്കൊള്ളാവുന്നിടത്തോളം എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളും. കാരണം ഞാനല്ലല്ലോ സ്വർഗം കൊടുക്കുന്നത്, ഞാനല്ലല്ലോ നരകം കൊടുക്കുന്നത്. ഇതെല്ലാം വളരെ കൃത്യമായി ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ സംഘടന പറയുമ്പോഴും അന്തം വിട്ട സംഘടനാ പക്ഷപാതിത്വം പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഞാനല്ലല്ലോ സ്വർഗം കൊടുക്കുന്നത്, ഞാനല്ലല്ലോ നരകം കൊടുക്കുന്നത്. വളരെ കൃത്യമായി വിചാരണ ചെയ്യാൻ കഴിയുന്ന പടച്ച തമ്പുരാൻ അവന്റെ കാഴ്ചപ്പാട് എന്താണെന്നും ആ കാഴ്ചപ്പാടിന്റെ പുറകിലുള്ള അവന്റെ മനോഗതവും പ്രചോദനവും എന്താണെന്നും അറിയുന്ന രാജാതിരാജായ പടച്ച തമ്പുരാനാണ് സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത്. അവൻ നിശ്ചയിക്കട്ടെ. നമുക്ക് മനുഷ്യരെ ഉൾക്കൊള്ളാൻ പറ്റുന്നിടത്തോളം നമുക്ക് ഉൾക്കൊള്ളാം. അത് ഹിന്ദുവിനെയും ഉൾക്കൊള്ളാം, അത് ക്രിസ്ത്യാനിയെയും ഉൾക്കൊള്ളാം, അത് മറ്റേതൊരു മതസ്ഥനെയും ഉൾക്കൊള്ളാം, നമുക്ക് ജമാഅത്തുകാരനെയും ഉൾക്കൊള്ളാം, മുജാഹിദുകാരനെയും ഉൾക്കൊള്ളാം, സമസ്തക്കാരനെയും ഉൾക്കൊള്ളാം, ദക്ഷിണക്കാരനെയും ഉൾക്കൊള്ളാം, തബ്ലീഗുകാരനെയും ഉൾക്കൊള്ളാം. പക്ഷെ നമുക്കൊരു നിലപാടുണ്ട്. അത് നമ്മുടെ സത്യബോധ്യത്തിൽ നിന്ന് നമ്മൾ പറയുന്നു. അത് ഇവരിൽ നിന്നല്ല നമ്മൾ പ്രതിഫലം കാംക്ഷിക്കുന്നത്, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാനിൽ നിന്നാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. ആ വിശാലത നിങ്ങൾക്കുള്ളതുകൊണ്ട് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പള്ളിയിൽ ഈ ഖുതുബ കേൾക്കാൻ വരുന്നത് തന്നെ. ആ ഒരു വിശാല മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ വരാൻ കഴിയില്ലല്ലോ. നേരത്തെ പറഞ്ഞ ഒരു മാനസികാവസ്ഥയാണെങ്കിൽ വരാൻ കഴിയും. അതുകൊണ്ട് ആ വിശാലത നമ്മൾ എവിടെയും കാത്തു സൂക്ഷിക്കണം. അത് വലിയൊരു നന്മയാണ്. അത് പറഞ്ഞു വെച്ചെടുത്ത് അള്ളാഹ് എന്താ പറഞ്ഞത്? ഒത്തഖുള്ള, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഈ വിഷയം ഗൗരവമുള്ളതാണ്. നന്മയിൽ സഹകരിക്കുക. എൻ്റെ സംഘടനക്കാരനല്ല, അതുകൊണ്ട് എന്തവൻ ചെയ്താലും അത് തെറ്റാണ്. എൻ്റെ സംഘടനക്കാരനാണ്, അവൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും ശരിയാണ്. അവനായിട്ട് അടുക്കാൻ പറ്റില്ല, അവനായിട്ട് സലാം ചെല്ലാൻ പറ്റില്ല, അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല, തുടരാൻ പറ്റില്ല എന്ന കാഴ്ചപ്പാടുകൾ ഒന്നും ശരിയല്ല. എന്നിട്ടല്ലാതെ അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അള്ളാഹ് അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പുറംതിരിഞ്ഞ് നിൽപ്പുണ്ടല്ലോ, നമ്മളീ കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം കഠിനമായി ശിക്ഷക്ക് വിധേയമാകുന്ന പണിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ബസീറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم.